ഹലോ, രാവിലെ പയർ പറിക്കാനായിട്ട് വന്നതാണേ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടൻ പയർ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അവിടെ കണ്ടത്തിൽ പയർ കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ ഇത് പറിച്ചിട്ട് മൂത്ത പയർ നോക്കി രാവിലെ പറിച്ച് കൊണ്ട് കൊടുക്കും. ഇവിടുത്തെ ചായക്കടകളൊക്കെ ചെറിയ ചെറിയ കടകളാണ്. അപ്പോൾ ചായക്കടകളിലൊക്കെ രാവിലെ തുറക്കും. ആ സമയത്ത് തന്നെ കൊണ്ട് കൊടുക്കും അവർക്ക്. രാവിലത്തെ പിന്നെ ഉച്ചത്തേക്കുള്ള കറിയൊക്കെ വെക്കാനും പിന്നെ കച്ചവടം ചെയ്യുന്നവരും ഉണ്ട്. ഒരുപാട് കൂടുതലും ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കച്ചവടം ചെയ്യും, വേണ്ടവർ വാങ്ങിക്കൊണ്ടും പോകും. രാവിലെ പറിച്ചെടുക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പയർ പറിച്ചെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ചേട്ടൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണ്ട കുറച്ച് പയറിന് തോരൻ വെക്കാനായിട്ടുള്ള കുറച്ച് പയർ പറിച്ചെടുക്കാൻ വന്നാൽ കേട്ടോ. നമ്മളൊരു 7-7:30 ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് കൊണ്ടുപോകും. നമ്മളൊരു 7 മണിക്ക് മുന്നേ വന്നാലേ നമുക്ക് പയർ പറിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പയർ കഴിഞ്ഞ വർഷം ചെയ്തതിനെക്കാട്ടിലും പയർ കുറവാണ്. കൃഷി ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇത്തിരി കുറവാണ് പയർ. വെള്ളം നോക്കിയിട്ട് മൂത്തം നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഒരു പിടി മതി കേട്ടോ. ഒരു പിടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം തോരൻ വെക്കാനുള്ള അത്രയും പയറുണ്ടാവും. നമ്മുടെ വീട്ടിലിപ്പോൾ സ്ഥിരം ഞാൻ പറഞ്ഞിട്ടുണ്ടായി, കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് സ്ഥിരം ഇപ്പോൾ പണിക്ക് ആളുണ്ട്, 2-3 പേരുണ്ട്. എന്നാലും നമുക്കത് മതി കേട്ടോ. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാനായിട്ട് അധികമായിട്ടുള്ള ആളുണ്ടെങ്കിൽ മതി. ഒരു കെട്ട് പയറെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഉണ്ടാവും. നമുക്കപ്പോൾ ഒരു കെട്ട് പയർ പറിച്ചിട്ട് പോകാവേ. അത്യാവശ്യം നീളമുള്ള കുഴപ്പമില്ലാത്ത പയറാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടി നല്ല പയറുകളായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് അത്ര പയർ വള്ളിയൊക്കെ ആണെങ്കിൽ അത്രയും പടർന്നിട്ടുമില്ല, കായും കുറവാണ്. ബ്ലേഡ് വെച്ചിട്ടാട്ടോ സാധാരണ പയർ മുറിച്ചെടുക്കാറ്. അപ്പോൾ നാശമാവില്ല, നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായി തണുപ്പ് കുറഞ്ഞായിരുന്നു. പെട്ടെന്ന് തണുപ്പ് തൊണ്ടയൊക്കെ പിടിച്ചു. തണുപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു പിടുത്തമായി തൊണ്ടയ്ക്ക്. അപ്പോൾ പോട്ടെ കേട്ടോ, ഇനി കുറച്ചുകൂടെ പറിക്കാനുണ്ട്. മൂത്തത് ഇങ്ങനെ തിരഞ്ഞ് പറിക്കണം. മൊത്തത്തിലങ്ങ് മൂത്തിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. 2-3 ദിവസം മുന്നേ പറിച്ചാട്ടോ. പിന്നെ 3 ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെയും പറിക്കും. ഇപ്പം നമ്മൾ രാവിലെ വന്ന് പറിക്കാൻ വന്നത്. ഇനി കുറച്ച് വേറെ കൂടെ ഉണ്ട്. നമുക്ക് നല്ല മൂത്ത് നോക്കി കുറച്ചുകൂടെ പറിച്ചെടുത്തിട്ട് പോവാം. പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, കൊഴുക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് പോട്ടെ കേട്ടോ ഇനി വീട്ടിലേക്ക്. പയർ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളന്ന് നട്ട പയറും അത്യാവശ്യം മുളയൊക്കെ വന്നു, എല്ലാം മുളച്ചു കേട്ടോ. നമ്മൾ നട്ട എല്ലാം മുളച്ചിട്ടുണ്ട്. അതിൽ ബീട്രൂട്ടും ക്യാരറ്റും മാത്രമേ മുളയ്ക്കാത്തേ ഉള്ളൂ. ബാക്കി ചോളം മൊത്തം മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരയൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ബീൻസ് മുളച്ച് വന്നൊക്കെ കിളികൾ കൊത്തുന്നുണ്ട് രാവിലെ. പ്രത്യേകിച്ച് മയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ, മൊത്തം നിന്നിട്ട് പോകും. കിളികളാകുമ്പോൾ 1-2 അങ്ങനെ കൊത്തുള്ളൂ. പക്ഷേ മയിലെന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ഒരു മൊത്തം നിന്നിട്ട് പോകും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഷെഡ് പോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും മുകളിൽ. എന്നാൽ ഈ രാവിലെ വൈകുന്നേരവും വന്നിട്ട് ഈ കിളികൾ വന്ന് തിന്നുന്നത് കുറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പകൽ പിന്നെ കുഴപ്പമില്ല, ആരെങ്കിലൊക്കെ അവിടെ പറമ്പിലുണ്ടാവും, പണിക്കാളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. രാവിലെയും വൈകുന്നേരം സമയത്ത് ഷെഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടേ. നമുക്ക് തോരനുള്ള പയറായിട്ടുണ്ട്. പിന്നെ ഋഷിക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. അവന് 1 വയസ്സായി. ഒരു വർഷം എത്ര പെട്ടെന്ന് അല്ലേ കടന്നു പോയത്. 1 വയസ്സായിട്ടുണ്ട് കുഞ്ഞിന്. അപ്പോൾ നമുക്കിനി അടുത്തന്നെ ഡേറ്റിന് നമ്മൾ എന്നായിരുന്നു, മകരവിളക്കിൻ്റെ അന്നായിരുന്നു. മകരവിളക്കിൻ്റെ അന്ന് നമ്മുടെ വലിയറ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അന്ന് നമ്മൾ പിന്നെ ബർത്ത്ഡേ വേറെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോയിട്ട് വന്ന് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഞായറാഴ്ച കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണികൾ കുറച്ചുണ്ട് തീർക്കാനൊക്കെ ആയിട്ട്, അങ്ങനത്തെ അതുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് മുളക് പറി സീസൺ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കുരുമുളക് പറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടയ്ക്ക പറിക്കലായിരുന്നു. അപ്പോൾ അതൊരു സൈഡിൽ നടക്കണ്ടായിരുന്നു. കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടയ്ക്കയും പറിക്കാനായിട്ടുണ്ട്. കുരുമുളക് ഇച്ചിരി നേരത്തെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ഛയൊക്കെ പണിക്ക് പോകാൻ പണിക്കാരും ഉണ്ട്. അതിനും പണിക്കാരുണ്ട്, 2-3 പേരുണ്ടെന്ന്. നമുക്ക് പോയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് ഈ കറുത്ത അരി വെച്ചിട്ടാണ്. കറുത്തരിയും പിന്നെ അരിപ്പൊടിയും കൂടെ വെച്ചിട്ടാണ്. കറുത്തരി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കറുത്തരി നമുക്ക് വാങ്ങാനൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടും. ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ്. വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള അരിയാണ് കറുത്തരി. അപ്പോൾ അത് കുറച്ച് അതും കൂട്ടി മിക്സ് ചെയ്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പണ്ട് കാലത്തൊക്കെ അമ്മ പറയുന്നത് നമ്മളിവിടെ ഇത് കൃഷി ചെയ്യലുണ്ടായിരുന്നു, ഒരുപാട് സമയം വേണമെന്നൊക്കെ പറയാനായിട്ടുണ്ട് വിളഞ്ഞു വരാനായിട്ട്. ഇപ്പോഴൊന്നും ഇവിടെ ഇങ്ങനെ കാണലില്ല കേട്ടോ. കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കറുത്തരി. കഴിച്ചാൽ നല്ലതാണത്. നമുക്കിതൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാവേ. എന്നിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, വേഗം വെന്ത് വരുവേ. ഇത് കുക്കറിലായിട്ട് വേവിച്ചത്, ഒറ്റ വിസിലിന് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് വേവിച്ചതാക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് മാവ് പോലെ ആയിപ്പോവും. നമുക്കൊന്ന് കുറച്ച് കട്ടിയായിട്ട് വേണ്ടതുകൊണ്ടേ ഒരുപാട്
വേവിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൂടി എടുക്കണേ. അരച്ചിട്ട് നമുക്കിത് അരിപ്പൊടി വേണ്ട അത്ര ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വേഗം അരച്ചിട്ട് വരാം. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. മൊത്തം അങ്ങ് അരയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ, കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഗുണങ്ങൾ കൂടുതൽ. അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും ജീരകവും ഇട്ട് അരച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം മുകളിൽ കൂടെ വെറുതെ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മധുരം ഇടാണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വെളുത്തുള്ളിയും ജീരകവും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ മധുരം ഇടാണ്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നല്ല പശപശപ്പുണ്ട്. ആ പശപശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. ഇതിലോട്ട് തേങ്ങയും കൂടി ഇടാൻ പോവുക. തേങ്ങയും അരിപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. അരിപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടൊന്ന് ഇളക്കുവാണേ. നന്നായിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം തൊട്ടിട്ട് വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനേ, അല്ലെങ്കിൽ ഭയങ്കര പശപശപ്പാണ്. അപ്പോൾ വെള്ളം തൊട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുമേ. വേണ്ടോ കഴിക്കാനെടുത്തേ, കഴിക്കുക. ഒട്ടലുണ്ട് കേട്ടോ അരിപ്പൊടിയുടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മട്ടരിയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, മട്ടരിയുടെ മണവും അത് ഇത് കിട്ടുന്നുണ്ട്. നല്ല ഒട്ടല. കഴിക്കട്ടെ. നമ്മളിവിടെ ചുവന്ന ചീരയായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് വിതച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടത് മുളച്ച് വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രം കൂടുതലായിട്ട്, ചില സ്ഥലത്ത് കുറവുണ്ട്. എന്നാലും മൊത്തം മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കൃഷി ചെയ്യുന്നവർ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഇപ്പോൾ തന്നെ കൊടുക്കണം എന്നില്ലെന്നാണ് കേട്ടോ. ഒരു 10-20 ദിവസം ആകുമ്പോൾ ചീരയാകുമ്പോൾ കുറച്ച് മുന്നേ കൊടുക്കണം. ഇപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ചാണകപ്പൊടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്നിട്ട് ഇനി ഇടണം. മൊത്തം മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തായിട്ട് ഫുള്ള് ചോളം നട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു താഴ്ഭാഗം ഫുള്ളായിട്ട് അങ്ങനെ ചോളം നട്ടേക്കുവാണേ. ആ ചോളം മൊത്തം ഇട്ടതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്, ഒന്നും മുളയ്ക്കാതെ വന്നിട്ടില്ല, എല്ലാം മുളച്ചിട്ടുണ്ട്. അതിലൊരു ക്യാബേജ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മാത്രം എങ്ങനെയോ മുളയ്ക്കുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിന് മുളയൊന്നും വന്ന് കണ്ടില്ല. ചീരയും ചോളമൊക്കെ മുളച്ചു, ബീൻസ് മുളച്ചു, പക്ഷെ അത് മാത്രം ഒന്നും കണ്ടില്ല. പക്ഷെ അത് വന്നിട്ടുണ്ട് കേട്ടോ, ഓരോ മുളയായിട്ട് വന്നിട്ടുണ്ട്. ക്യാബേജും കുഴപ്പമില്ല. അതേപോലെ വഴുതനയാണ് മുളച്ച് വരുന്നുണ്ട്, പക്ഷെ നമുക്കത് അത്ര ബാക്കിയുള്ളത് മുളച്ചതുപോലെ കാണാനായിട്ടൊന്നുമില്ല കേട്ടോ. താഴ്ഭാഗത്താണ് പിന്നെയും കാണുന്നത്, കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ അപ്പുറത്തായിട്ട് ചുവന്ന ചീര വിതച്ചിട്ടുണ്ടായിരുന്നു, അല്ല പച്ചച്ചീര, അതും മുളച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മുള വന്നിട്ടുണ്ട്. അത് ചെറിയ രീതിയിലുള്ളൂ, നമുക്ക് വീഡിയോയിലൊന്നും അങ്ങനെ കാണത്തില്ല. ചുവപ്പ് ചീര നന്നായിട്ട് കാണാം, പച്ചച്ചീര അതൊന്നും കാണില്ല, ചെറിയ രീതിയിലായിട്ടേ ഉള്ളൂ. ബീൻസ് നമ്മളിവിടുത്തെ തൊട്ടിയിലൊക്കെ കുഴപ്പമില്ല, എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മുള വന്നൊക്കെ കുറേ എന്തൊക്കെ തിന്നിട്ടും പോയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കിളികളൊക്കെ കൊത്തി തിന്നിട്ടുണ്ടെന്ന്. അതാണ് ഇത്. ഞങ്ങൾ സ്പ്രിങ്ക്ലറൊന്നും ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ ഒരുപാട് വെയിലാവുന്നതിന് മുന്നേ നേരെ കയറി വന്നിട്ട് സ്പ്രിങ്ക്ലറും കൂടി ഇട്ടിട്ട് നനച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറി വന്നതാണേ. ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ വന്ന് തിന്നിട്ട് പോയിരിക്കുന്നതാണേ. ഈ ഒരു തൊട്ടിയിൽ നട്ടേക്കുന്നത് ഒരുവിധം എല്ലാം തിന്നിട്ടുണ്ട്. ആകെ 2-3 എങ്ങാണ്ടൊക്കെ നല്ലതുള്ളൂ. പക്ഷെ അതിനിയും വന്ന് തിന്നും കേട്ടോ. മൊത്തം ചിലപ്പോൾ അങ്ങനെ തിന്ന് തീർക്കും. എന്താ വന്ന് തിന്നുന്നതെന്ന് അറിയാം. ചിലപ്പോൾ രാവിലെ സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളൊക്കെ വരുന്നതിന് മുന്നേ കുറച്ചുകൂടെ കഴിഞ്ഞ ആളുമൊക്കെ ആവും ഇവിടെ. പക്ഷെ അതിന് മുന്നേ വന്ന് തിന്നുന്നതാണിത്. ഇത് ക്യാരറ്റാട്ടോ. ക്യാരറ്റ് ഇട്ടത് കുറച്ച് അടുത്ത് പോയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ക്യാരറ്റിൻ്റെ വേരും കൂടെ ആയി വരണ്ടേ, കിഴങ്ങായി വരണ്ടേ. ഇട്ട് വന്നപ്പോൾ ഇച്ചിരി അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. വെതച്ചങ്ങ് വന്നാൽ ഒരുപാട് അത് കുഞ്ഞു കുഞ്ഞു വിത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഇങ്ങനെ ഇടുന്ന ആദ്യമായിട്ടാട്ടോ, അതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ക്യാരറ്റും മുളച്ച് വന്നിട്ടുണ്ടേ. ഇതുണ്ട് ഈ ചുവന്ന കളറിൽ കാണുന്നത് ബീട്രൂട്ടാണേ, മുള വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രിങ്ക്ലർ ഇട്ടിട്ടുണ്ടേ, ഇപ്പോൾ ഈ കറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും നനയ്ക്കുന്ന താഴ്ഭാഗത്ത് മാത്രമായതുകൊണ്ട് കേട്ടോ ഒരു ലൈൻ പോലെ താഴെ മാത്രം നനഞ്ഞ് കിടക്കുന്നത്. മുകളിലോട്ടൊന്നും നമ്മളിതുവരെ നട്ടിട്ടില്ല, അതുകൊണ്ട് മുകൾ ഭാഗത്തൊന്നും ഇപ്പോൾ നനച്ച് തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം മുകളിലോട്ട് കുറച്ച് പച്ചമുളകൊക്കെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് പാകിയിട്ടുണ്ട്, അത് മുളക് ഉണക്കാനെടുത്തപ്പോഴേ അതിൻ്റെ കുറേ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാകിയിട്ടുണ്ട്. പിന്നീട് സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് വരിക. നമുക്ക് റോഡ് ഇവിടെ കുഴപ്പമില്ലാത്ത നല്ല റോഡുണ്ട് സൈഡിൽ. അപ്പോൾ വണ്ടി എടുത്തിട്ട് തന്നെ കേട്ടോ മിക്കവാറും മുകളിലോട്ട് വരിക. മുകളിൽ വാൽവൊക്കെ തിരിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെ വണ്ടിയില്ലാതെ വരുവേ. മലയുടെ മുകളിൽ വരെ പോകണം നമ്മൾ വാൽവ് തിരിക്കാനായിട്ട്.
2 പറമ്പ് ഇപ്പോൾ നനയ്ക്കുന്നുണ്ട്. അപ്പുറത്തെ പറമ്പുണ്ട്, ഇപ്പുറത്തെ പറമ്പുണ്ട്. അപ്പുറത്തെ വേറെ ചേട്ടൻ്റെ പറമ്പാണേ. അവിടെ ഒരു കാപ്പി നട്ടേക്കുക താഴ്ഭാഗത്തായിട്ടേ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കുന്നത്. നമ്മൾ വാൽവ് തിരിക്കണമെങ്കിൽ മലയുടെ ഏറ്റവും മുകളിൽ പോകണം. ഇപ്പോൾ വെയിൽ വന്നു. അപ്പോൾ നമ്മളൊന്ന് സ്പ്രിങ്ക്ലർ ഇട്ടു, ഇനി പോവുകയാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇടും, അത് കഴിഞ്ഞ് പോവുകയാണ്. മണ്ണിന് നനവുണ്ട് കേട്ടോ, ഒരു ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നതുകൊണ്ടും ഇങ്ങനെ വെള്ളം കുത്തി കുത്തി വീഴുന്നതുകൊണ്ട് നന്നായിട്ട് നനവ് മണ്ണിൽ നിൽക്കുന്നുണ്ട്. മണ്ണ് ഒലിച്ചു പോവില്ല, പക്ഷേ ആ നനവ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വെയിലാണ് മുഖത്തോട്ട് വരുന്നത്. അപ്പം ഇനി പോവാം കേട്ടോ താഴോട്ടെ. ഇനി മുളക് ഇടാനായിട്ട് പോകണം കേട്ടോ. മുളകും വിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം 2-3 സ്ഥലത്തായിട്ടാണ് മുളക് ഇടുന്നത്. ഒന്ന് വീടിൻ്റെ മുകളിലിടും, പിന്നെ നമ്മൾ താഴെ ഒരു തറ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ടപ്പുറത്തായിട്ടുള്ള സ്ഥലത്ത് അവിടെയും കൂടി ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ മോട്ടർ ഇട്ടിട്ട് വണ്ടി കയറി വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലെ കൊണ്ടുവരാം. അത്യാവശ്യം നല്ല ദൂരമുണ്ട് മുളകും. ഈ മുളകും ചാക്കും കൊണ്ട് അത്രയും ദൂരം ചുവന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉണക്കാനിടാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മലയുടെ മുകളിൽ കൊണ്ടുവന്നിടുന്നത്. നല്ല വെയിലും കിട്ടും, വേഗം ഉണയും കിട്ടും. പക്ഷെ നമുക്കിപ്പം ഇന്ന് ചുമന്ന് തന്നെ കയറ്റേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വണ്ടിയിലാട്ടോ മുളക് കൊണ്ടുവരുന്നത്. സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുവരിക ചെയ്യുക. ഓരോ അരച്ചാക്ക് വെച്ചിട്ട് പോവുകയാണേ. സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് ഇനി നേരെ മുളക് എടുക്കാനായിട്ട് പോവുകയാണേ. നമ്മളിപ്പോൾ മുളക് ഇടുന്ന സ്ഥലത്തെ ആ വഴിയിൽ രാത്രി ഈ കാപ്പി നനയ്ക്കാനായിട്ട് സ്പ്രിങ്ക്ലർ ഇട്ടുകൊണ്ടാണ് മുകളിലോട്ട് ഇതുണ്ട്. അവിടെയൊക്കെ നനവ് കണ്ടോ പല സ്ഥലങ്ങളിലും. സ്പ്രിങ്ക്ലർ ഇട്ടുകൊണ്ടാണ് നമുക്ക് വണ്ടി മുകളിലോട്ട് പോകാതെ, അല്ലെങ്കിൽ വണ്ടി മുകളിൽ വരെ പോകട്ടോ. നല്ല കുത്ത് കയറ്റമാണ്. സ്കൂട്ടിയൊക്കെ എടുത്ത് നമുക്ക് പോകാട്ടോ, കുഴപ്പമൊന്നുമില്ല. റോഡ് കണ്ടോ നല്ല നനഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എടുത്ത റോഡും കൂടെ ആയതുകൊണ്ട് മണ്ണും ചെളിയെല്ലാം കൂടെ ആയിട്ട് നമുക്ക് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മുളകും ചാക്ക് ഒരു കുറേശ്ശെ ആക്കിയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ ഓരോ ചാക്ക് വെച്ച് അങ്ങ് എടുത്തിട്ട് പോകാട്ടോ വന്നത്. അപ്പോൾ ഒരു ചാക്ക് വെച്ച് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചാക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ മുളക്, അത് ഉള്ള മുകളിൽ കൊണ്ടിട്ടു. പിന്നെ അമ്മ, വല്യമ്മ, പിന്നെ ഉണ്ണിയേട്ടൻ എല്ലാവരും കൂടി അങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ടുള്ളത് കൊണ്ടുവന്നു കേട്ടോ. നല്ല വെയിൽ കിട്ടും. മുളക് എപ്പോഴും ഉണക്കാനിടുമ്പോൾ നല്ല വെയിലുള്ളിടത്ത് ഇടുവാണ് നല്ലത്. നല്ല കളറിനും വേഗം ഉണക്കിയെടുക്കാൻ ഈ നിരത്തിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുളകിടാനായിട്ട്. ഇപ്പുറത്തൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് ഇപ്പോൾ ഈ ചെത്തുന്നത് മുളകിടാനായിട്ട്. അവിടെ ഒരു തറ വലിച്ചിട്ടേക്കുന്നതാണ്. ഒരു ചെറിയ ഷെഡ് പോലെ എന്തോ വെക്കാനായിട്ട്. ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളത്. നല്ല ഹൈറ്റുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ തറയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മുളക് ഇടണമെങ്കിൽ നല്ല നിരപ്പായിരിക്കണം, അല്ലെങ്കിൽ മുളക് കയറി ഇറങ്ങി കിടക്കും. ഒരു ഭാഗം ഉണങ്ങും, ഒരു ഭാഗം ഉണങ്ങാതിരിക്കും. അപ്പോൾ അതൊന്ന് ചെത്തി ലെവലാക്കുകയാണ്. ഇവിടെ നല്ല ഹൈറ്റുണ്ട്. ഒരു മലയുടെ ഒരു മുകൾ ഭാഗമായിട്ട് ഒരു സ്ഥലം തീരുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരെ ആട്ടോ എടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ താഴോട്ടൊക്കെയാണ് നല്ല കൂടി. അപ്പോൾ ഇവിടെ വേറെ കൃഷികളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ കാപ്പി അവിടെയൊക്കെ നട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തേക്ക് പിന്നെ വീടുകൾ വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ടാണ്. പിന്നെ ഒരുപാട് വീടുകൾ മുകളിലോട്ടില്ല. ഇത് ഈ ഭാഗത്തേക്കായിട്ട് കുറച്ചധികം വീടുകളുണ്ട്. പിന്നെ ഫുള്ള് കൃഷികളാണ് താഴോട്ടെ. മുളക് നിരത്തുവാണ്. ഷീറ്റൊക്കെ വിരിച്ച് ചെത്തി വൃത്തിയാക്കി ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഇപ്പോൾ മുളക് നിരത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഒന്നിട്ട മുളകാണേ, അതുകൊണ്ടാണ് കളർ ഇച്ചിരി കുറവ്. കറുത്ത് തുടങ്ങി മുളക്. ഒരുപാട് വെയിലുണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കറുത്തേനെ. അപ്പം അത്ര വെയിലുണ്ടായിരുന്നില്ല ഇന്നലെ. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ നല്ല കളർ വരും ഇവിടെ. അന്ന് തന്നെ നന്നായിട്ട് കറക്കും മുളക്. ഉണങ്ങില്ല, കറുത്ത് കിട്ടും. പയർ തോരൻ വെക്കാനായിട്ട് പോവുകയാണേ. പയറൊന്ന് അതിൻ്റെ നന്നാക്കി നമുക്ക് പയറും മീൻകറിയും കൂടെ വെക്കാം. പുതിയൊരു കത്തി വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മൾ ബീഫ് അച്ചാറിടാനൊക്കെ വേണ്ടിയിട്ട്. നല്ല മൂർച്ചയുണ്ട്, പക്ഷെ കൈക്കൊരു വഴക്കായിട്ടില്ല. അത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അരിയാൻ വെച്ചരിയാനൊക്കെ വേണ്ടി നല്ലതാണ്. ഒരുപാട് വെയിറ്റും ഇല്ല, തീരെ വെയിറ്റില്ല, പക്ഷെ നല്ല മൂർച്ചയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ ബീഫൊക്കെ അരിയുമ്പോൾ കൊത്തി അരിയാനൊക്കെ വേണ്ടി നല്ലതാണ്. നാരങ്ങയൊക്കെ അരിയാണെങ്കിൽ എളുപ്പം കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം. രാത്രി കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഇതൊക്കെ രാത്രി കഴിക്കാനല്ലേ പറയുക. ഇത് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ കറിയും വെക്കാം, പയർ മെഴുക്ക് പുരട്ടും ചെയ്യാവേ. മീൻ കറി വെക്കാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ കടുക് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ.
2-3 പച്ചമുളക് കീറി അതും ഒന്ന് ആദ്യമേ വഴറ്റിന്ന് മാറ്റിയിട്ടുണ്ട്. പൊടികൾ ഇടുവാണേ. മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തുള്ളി മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മീനിലോട്ട് പൊടികൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കുക. മുളക്, പുളി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ആ കുഞ്ഞു കഷ്ണം പുളികൾ വിട്ടു. കുഞ്ഞു പുളികളാണ്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളറുള്ളത് കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടേക്കുന്നതുകൊണ്ടാണ്. നമ്മളൊന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി പൊടിച്ച ആ പൊടിയാട്ടോ ഇത്. നല്ല കളറുണ്ട്. ഇരുന്ന് തിളച്ചൊന്ന് വേവട്ടെ. മീൻകറി നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇറക്കാനായിട്ട് പോവാം. എണ്ണ ഇടുക കേട്ടോ. നല്ല തണുപ്പുണ്ടേ. എണ്ണ എപ്പോഴും കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ഒഴിച്ചെടുക്കണമെങ്കിൽ തന്നെ വെയിലത്ത് വെച്ചിട്ട് പോലും എണ്ണ ഉരുകുന്നില്ല. വെയിലിന് പോലും ചൂടില്ല. ഇന്നിപ്പോൾ കുഴപ്പമില്ല. എണ്ണ പിന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടുമില്ല. അപ്പോൾ വലിയ പാത്രത്തിൽ നിന്ന് ഒഴിച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. മീൻകറി ആയിട്ടോ. അപ്പോൾ ഞാൻ ഇറക്കാൻ പോവുകയാണേ. കടുക് വറുത്ത് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ പയർക്ക് മെഴുക്ക് വരട്ടുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ടാൽ നല്ലത്. പയർ മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇച്ചിരി വലുപ്പമുള്ള പയറായിരുന്നു. അതുകൊണ്ട് വെന്ത് വരാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് പിന്നെ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് ഇളക്കി ഒന്ന് അഴറ്റിയെടുത്തിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്. ഞാൻ ഇറക്കട്ടെ കേട്ടോ. കഴിക്കാനെടുക്കുവാണേ. നല്ല കളറുണ്ട് കേട്ടോ മീൻ കറിക്ക്. എൻ്റെ കാശ്മീരി ചില്ലി ഇട്ടതിൻ്റെ. നമ്മൾ ഇതുവരെ വാങ്ങിയേക്കുന്ന ചില്ലി ഇത്രയും വലിപ്പമുള്ളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സാധാ ഒരു കുഞ്ഞ് എരിവുള്ള പിരിയമുളക് തന്നെ കിട്ടൽ. പ്രാവശ്യം കോയമ്പത്തൂർ എടുത്തപ്പോൾ നല്ല മുളക് കിട്ടി. ഒരു ഒട്ടുമില്ല. നല്ല കളറും ഉണ്ട്. കഴിക്കട്ടെ. ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പുല്ലൊക്കെ പറിച്ച് സൈഡിലുള്ള കാടൊക്കെ പറിച്ച് വൃത്തിയാക്കുവാണേ. അപ്പോൾ കുറച്ചൊരു ലക്കി ബാമ്പ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേ എവിടെയെങ്കിലും വെക്കാനായിട്ട് ഉള്ളിലുള്ള ചെടികളൊക്കെ പോയി. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകളൊക്കെ ആയപ്പോൾ. പിന്നെ അത് കുറേ അങ്ങനെ നാശമൊക്കെ ആയിട്ട് പോയി. പിന്നെ നമ്മൾ ഇട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ഒരു ചേമ്പ് പോലത്തെ ചെടി ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ലെങ്കിൽ അത് പിന്നെ കൊള്ളത്തില്ല. ഇത് കുറച്ച് മുറിച്ചിട്ട് അവിടെ കൊണ്ട് അതിൽ വെക്കാൻ വിചാരിച്ചു കേട്ടോ. ചെറിയ കുഞ്ഞ് വാവട്ടം കുറവുള്ളതിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എന്താ കുഞ്ഞാ? കല്ലിട്ടിട്ടാട്ടോ ഇതിൽ വെച്ചേക്കുന്നത്. കല്ലിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനാ. മണ്ണിട്ട് വെച്ചാൽ അത്ര ഒരു സുഖമാവണില്ല. നമ്മൾ നോക്കാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും ഇങ്ങോട്ട് ഒരു ഇതില്ല. പക്ഷേ വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കല്ലിട്ടോ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നേരത്തെ പണ്ട് വെച്ചേക്കുന്നതാണേ. ഇതിങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് കുഴപ്പമില്ല. മണ്ണിൽ വെച്ചേക്കുന്നത് കാണിച്ച് കേട്ടോ. ഇതുണ്ടോ, ഭംഗിയില്ല, കുളിയില്ല. പക്ഷെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഹെവി ആയി പോയിട്ടോ. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒന്നുകൂടെ എടുത്ത് മാറ്റേണ്ടി വരും. ഭയങ്കര കാട് പിടിച്ച പോലെയുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു. ചെറിയ ഇതാണെങ്കിൽ ചിലപ്പോൾ സ്റ്റാൻഡിൽ ഭംഗിയുണ്ടാവും. പക്ഷെ വേറെ ഒന്നും വെക്കാനായിട്ടില്ല. പിന്നെ പോയി പല്ലിയറയൊക്കെ പോയാൽ അവിടെ നിന്നൊക്കെ കിട്ടും കേട്ടോ. അവിടെ ഈ ചേമ്പൊക്കെ തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടാകും. നമുക്ക് പറിച്ചിട്ട് വന്നാൽ വെച്ച് നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അതിനുള്ള സമയമില്ല ഇപ്പോൾ. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, പിന്നീട് മാറ്റാം.
ഏറ്റവും താഴെയായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞേ കുറച്ച് ലക്കി ബാമ്പ് ഉണ്ടായിരുന്നു, അത് ഇതിലിട്ട് വെച്ചേ. ബാക്കി ഉള്ളതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളിവിടെ നിറച്ചു കേട്ടോ. ഇവിടെ ഒന്നും പറയാം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, കേടായത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ വെക്കാനായിട്ട്. വേറെ 2-3 സ്റ്റാൻഡൊക്കെ ഉണ്ട്, പക്ഷെ വെക്കാനുള്ള ചെടികളൊന്നും ഇപ്പോൾ ഒന്നും. നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ചവിട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറേ കാലമായി ചവിട്ടികളൊക്കെ വാങ്ങിയിട്ട്. നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇട്ടേക്കുന്ന ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് വെച്ച സമയത്ത് കയറി താമസ സമയത്തൊക്കെ വാങ്ങിയ ചവിട്ടികളാട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലിടാനായിട്ട് അങ്ങനെ ചവിട്ടി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചാലോ വീട് മൊത്തം നാശമായി. ഒരുപാട് ഇപ്പോൾ കാലമായി. നമ്മുടെ പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥയും മഴയും ഈ പൂപ്പലൊക്കെ ആകുമ്പോൾ വേഗം ഭിത്തിയൊക്കെ നാശമാവേ. പിന്നെ പിള്ളേർ വരച്ചിട്ടൊക്കെ ആണെങ്കിലും പെയിൻ്റൊക്കെ അടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല. നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള പൈസയൊക്കെ അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഒന്നും ചെയ്തില്ലേ. പക്ഷെ കുറച്ച് ചവിട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചവിട്ടികൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര പൊടി കൂടുതലായിട്ടുണ്ട്. അപ്പം ഈ ചവിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അടിക്കണ സമയത്താട്ടോ ഏറ്റവും കൂടുതൽ ഉപകാരം. പൊടി ഇതിൻ്റെ അടിയിൽ കൂടെ താഴെ വന്ന് കിടന്നോളൂ, അപ്പോൾ അടിച്ച് കളയാൻ പറ്റും. വേറെ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടി ആ ചവിട്ടിയുടെ ഉള്ളിൽ പോയിരിക്കും. ഈ നൂഡിൽസ് പോലെ ഉണ്ടാവും ആ ചവിട്ടി കാണാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് പൊടി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ കഴുകാനും എളുപ്പമാണ്, പൊടി തട്ടിക്കളയാനും വെയിറ്റും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചവിട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് ഫ്രണ്ടിലിടാനായിട്ടാണ്. ഇത് മാത്രമല്ല വേറെയും ചവിട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണിനും കാലാവസ്ഥയ്ക്കൊന്നും നമുക്ക് ഈ വെള്ള ചവിട്ടികളൊന്നും പറ്റത്തില്ല കേട്ടോ. എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഡാർക്ക് കളറിലുള്ള ചവിട്ടികൾ തന്നെ എടുക്കൽ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട് മുറ്റത്ത്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലിരിക്കില്ല. എപ്പോഴും എല്ലാ കാര്യത്തിനും പുറത്തിറങ്ങും. അപ്പം ഇറങ്ങി കയറി ഫുള്ള് ചെളിയാവത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയാൽ. പക്ഷേ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടൊരു ചവിട്ടി വാങ്ങിയേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊന്നും ഇടുന്നില്ല, വെള്ള കളറൊക്കെ ഉള്ളതുകൊണ്ട് വേഗം നാശമാവും. എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ മാത്രം ഇടാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് ഫ്രണ്ടിൽ തന്നെ ഇടാനോ, അതൊന്ന് വാങ്ങി. പിന്നെ അടുക്കളയിൽ ഇടാനായിട്ട് ബാത്റൂമിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് 2 ചവിട്ടി. അത് ചെറിയ ഒരുപാട് വലുപ്പമില്ല, ഒരു പാകത്തിന് സൈസിനുള്ള ചവിട്ടി. അടുക്കളയിൽ ഇടാൻ ഇങ്ങനത്തെ ചവിട്ടിയായിട്ട് എടുത്തത്. ഇതൊരു വലിയ ഭംഗിയൊന്നുമില്ല കാണാനായിട്ട്, പക്ഷേ അടുക്കളയിൽ കുറച്ച് വലിയ ചവിട്ടി വേണ്ടതുകൊണ്ട് ഇങ്ങനത്തെയാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന അവിടെ എന്താ പറയുക, ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു കോട്ടൻ്റെ പുതപ്പ് പോലത്തെ ഒരു ഇതാട്ടോ മടക്കി ഇട്ടേക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുക്കളയിലോട്ട് വേണ്ടിയിട്ട് 2-3 ചവിട്ടിയും വാങ്ങി. പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചവിട്ടിയാട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അങ്ങനെ വാങ്ങിയതാട്ടോ. ഇത് ചെമ്പരത്തിപ്പൂ പോലെ ഇട്ടാലും ഭംഗിയാണ്, തെന്നൊന്നുമില്ല, പക്ഷെ വെള്ളമൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണേ. അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇവിടെ ഇടാനുള്ള സാധ്യത കുറവാട്ടോ. മിക്കവാറും അമ്മയ്ക്ക് കൊടുക്കും, വലിയ അമ്മയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ തന്നെ വാങ്ങിയതാട്ടോ. നമ്മുടെ ഇടാനായിട്ട് അങ്ങനെ വാങ്ങിയതൊന്നും ആയിരുന്നില്ല ഇത് രണ്ടും. നല്ല ഗ്രിപ്പുണ്ട് ഇതിൻ്റെ പുറകിൽ, ഇതിനത്ര ഗ്രിപ്പില്ല. പിന്നെ തുടയ്ക്കാനായിട്ടുള്ളൊരു തുണിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ അതത്ര നല്ലതല്ല കേട്ടോ. നമുക്ക് അത്ര തുടച്ചാൽ അത്ര വൃത്തിയൊന്നും ആവത്തില്ല. പക്ഷേ ഇത് വെച്ച് നന്നായിട്ട് വൃത്തിയാവും. നമുക്ക് സോപ്പിൽ സൊല്യൂഷൻ എന്തെങ്കിലും മുക്കി തുടയ്ക്കുകയോ അല്ലെങ്കിൽ തുടയ്ക്കുന്ന സ്ഥലം നന്നായിട്ട് വൃത്തിയാവാൻ അടിപൊളിയായിട്ട് കഴുകിയെടുക്കാനും എളുപ്പമാണ്. നല്ല ക്ലോത്ത് റോളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തുടയ്ക്കാനൊക്കെ ഇത് എടുക്കലുണ്ട് ഉള്ളിലൊക്കെ. ചവിട്ടികളൊക്കെ ഇനി ഉള്ളതൊക്കെ എടുത്ത് കഴുകണം. അപ്പം നേരത്തെ എടുത്ത് വെച്ച ചവിട്ടികളൊക്കെ ഒന്ന് എടുത്തതാണ്. ഇനി ഇപ്പം തന്നെ ഇടുന്നില്ല. ഇപ്പോഴത്തെ ചവിട്ടികളൊക്കെ എടുത്തൊന്ന് മാറ്റി കഴുകണം. കഴുകിയിട്ട് നമ്മുടെ ബർത്ത്ഡേ തലേദിവസം, ഫംഗ്ഷൻ്റെ തലേദിവസമാണ് ഇതൊക്കെ ഇടാനായിട്ട്. നമുക്ക് കുറച്ച് നല്ല മൂത്ത നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. നല്ല മൂത്തുകൊണ്ട് തന്നെ അതിൻ്റെ കളറും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഒരുപാട് മൂക്കുന്നതിന് മുന്നേ പറിക്കുവാണെങ്കിൽ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. നല്ല മൂത്ത നെല്ലിക്ക ആകുമ്പോൾ അതിനനുസരിച്ച് ഒരു പാടും പുള്ളിയൊക്കെ ആയിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല മൂത്ത നെല്ലിക്കയാണ്. അപ്പോൾ നല്ല മൂത്ത നെല്ലിക്ക കിട്ടിയപ്പോൾ എന്ന് വിചാരിച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന്. ഇത് കുറച്ച് 10-25 കിലോളം ഉണ്ട് കേട്ടോ നെല്ലിക്ക. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അല്ല എന്ത് കണ്ടെയ്നർ, ഈ വൈറ്റ് കണ്ടെയ്നറുകളുണ്ട്. നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസ് എന്ത് വേണമെങ്കിലും അതിലിട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെല്ലിക്ക അതിലിട്ട് വെക്കാനായിട്ട് പോവുകയാണേ. ഇത് വലിയ മാത്രം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്താണ്. ഇങ്ങനത്തെ 3-4 എടുത്തിട്ടുണ്ട്.
നമുക്ക് എന്താ പറയുക, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുന്ന നോർമൽ പാത്രത്തിൽ ഇടുന്ന പോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇത്. അവിടെ എടുത്ത നെല്ലിക്ക മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ കാന്താരിയും കൂടി ഇടുന്നുണ്ടേ. കാന്താരി പക്ഷെ പറിച്ചിട്ടില്ല, കാന്താരി പറിക്കണം. കാന്താരി ഇപ്പോൾ ഈ ഒരു സമയത്ത് കാന്താരിയുടെ സീസണല്ല. അപ്പോൾ നമ്മൾ കാന്താരി ഉള്ള സ്ഥലത്തൊക്കെ പോയി പറിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ ആവശ്യത്തിന് കാന്താരി കിട്ടുവേ. മഴയൊക്കെ പെയ്ത് ഇപ്പോൾ കാന്താരി ചെടികളൊക്കെ ഒന്ന് പഴയതായിരിക്കും. ഇനി മഴയൊക്കെ പെയ്തിട്ട് വേണം പുതിയത് മുളച്ച് വരാനായിട്ട്. നല്ല കാന്താരി ഉണ്ടാവേ. ഇപ്പോൾ കാന്താരി കുറവാണ്. ഇതിലോട്ട് കല്ലുപ്പാട്ടോ ഇടുന്നത്. മതിയാവും, ഒരു കവറുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കിയിട്ടുണ്ടേ, കുഞ്ഞുപ്പ് ഇറങ്ങിക്കോളും അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ 2 അടപ്പുണ്ട് കേട്ടോ അതിന്. ഇനി നമുക്ക് കാന്താരി കിട്ടുമ്പോൾ ഇതിലോട്ട് കാന്താരിയും കൂടി പറിച്ചിടണേ. അപ്പോൾ നെല്ലിക്കയ്ക്ക് ഉപ്പും എരിവൊക്കെ പിടിച്ച് അടിപൊളിയാവും. സ്റ്റേജ് നമ്മളിങ്ങനെ പന്തൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് തന്നെയല്ലേ സൗകര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള സ്ഥലത്തൊരു സ്റ്റേജും ചെറിയൊരു പന്തലും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നത് ഇട്ടിട്ട് പോയി കേട്ടോ, നേരത്തെ തന്നെ വന്നിട്ടിട്ട് പോയി. അപ്പോൾ ഒന്ന് ചാണകം മെഴുകാമെന്ന്, വൈകുന്നേരം ചാണകം മെഴുകാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഇരുന്നായിരുന്നു. പക്ഷേ അവരതിന് മുന്നേ തന്നെ വന്ന് ഇട്ടേ. അപ്പോൾ അതിൻ്റെ പന്തലിൻ്റെ തുണികളൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് പൊക്കി വെച്ചിട്ട് അടിവഴി ഒന്ന് ചാണകം മെഴുകിഞ്ഞ് ഉണങ്ങാൻ ഇച്ചിരി താമസം ഉണ്ടാവും. മറ്റേതാണെങ്കിൽ വേഗം ഉണങ്ങുമല്ലോ. മുറ്റത്ത് വേറെ ഇൻ്റർലോക്ക് അങ്ങനെ ഒന്നും ഇടാത്തതുകൊണ്ട് മണ്ണൊന്ന് ഒടുങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെഴുകി വിട്ടാൽ വൃത്തിയായിട്ട് കിടന്നോളും. വഴിയും കൂടെ ഒന്ന് മെഴുകണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഇവിടെ നിന്ന് അടിച്ചു വിടണേ. നിറയെ മാവും പൂവും പൊടിയും ചപ്പക്കയും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഇല കൊഴിയുന്ന സമയമായിട്ടേ അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചു വിടട്ടെ ഇവിടെ ആദ്യമേ. മെഴുകാനായതുകൊണ്ടേ ഒരുപാട് പൊടി പാടത്തില്ല മുറ്റത്ത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പൊടിയും കൂടെ അങ്ങോട്ട് കുറേ അടിച്ച് കളയുന്നുണ്ട്. അല്ലെങ്കിൽ ചാണകം എല്ലാവരും കൂടെ നിന്നിട്ടുള്ള വൃത്തിയാക്കലായിട്ട് തന്നെ. നമ്മൾ വേറെ പാക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓർഡർ എടുത്തിലൊക്കെ 2-3 ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുവാണ്. നമ്മൾ വെബ്സൈറ്റ് തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓർഡർ എടുക്കുവാണെങ്കിൽ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പോകാനോ അത് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ വിചാരിച്ചൊന്ന് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്കൊന്ന് ഓർഡർ എടുത്ത് നിർത്തിയിട്ട് വേഗം വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. വെബ്സൈറ്റിൻ്റെ ഏതാണ്ട് ആയതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് അവസാന ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങോട്ട് നീങ്ങാത്തത്. അപ്പോൾ നമുക്ക് ഓർഡറിൻ്റെ കാര്യങ്ങളും മെസ്സേജിന് റിപ്ലൈ കൊടുക്കലും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് താൽക്കാലികമായിട്ട് ബർത്ത്ഡേയും കൂടെ ആയപ്പോൾ അതിൻ്റെ തിരക്കും കൂടെ ആയപ്പോൾ നിർത്തി വെച്ചു. ഈ മെസ്സേജ് വാട്സപ്പ് വഴി മെസ്സേജ് ഓർഡർ എടുക്കുമ്പോൾ നമുക്കുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ അയച്ചു തന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനെപ്പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ അഥവാ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയിട്ട് പിന്നെ വരുമ്പോൾ ചിലപ്പോൾ ഇവരെ തപ്പിയാലേ കിട്ടത്തില്ല. ആരായിരുന്നു മെസ്സേജ് അയച്ചത് നോക്കിയാൽ പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ചിലപ്പോൾ ഓർഡർ എടുക്കുന്ന കാണാതെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ വാട്സപ്പ് വഴി ആകുമ്പോഴേ വെബ്സൈറ്റ് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. പക്ഷെ അവരെന്ത് വിചാരിക്കുക വെച്ചാൽ അവരിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പോലും നമ്മളത് റിപ്ലൈ കൊടുത്തില്ല. സംഭവം കാണാത്തയായിരിക്കും കേട്ടോ. കാണാതെ അങ്ങനെ എന്തോരം വന്നു നമ്മൾ മൈൻഡിൽ പിന്നെ ഉണ്ടാവും, അയ്യോ അന്ന് ഇവർ പറഞ്ഞിട്ട് അവരാരാന്നുള്ളത് നോക്കിയിട്ടും കണ്ടില്ലല്ലോ. നമ്മൾ നോക്കിയാൽ കാണത്തേയില്ല. പിന്നീട് മെസ്സേജ് വരുമ്പോഴത്തേക്ക് ആ മെസ്സേജൊക്കെ പോവും. പിന്നെ നമ്മൾ ഓരോന്നിനും നോക്കിയാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഓർഡർ ചെയ്യുന്നവർക്കായാലും നമുക്കായാലും കുറച്ച് എളുപ്പം വെബ്സൈറ്റ് ആയിരിക്കും ഓർഡർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് എന്താ കാര്യങ്ങളെന്നുള്ള കറക്റ്റ് ചെക്ക് ചെയ്ത് അവർക്ക് എത്ര ഷിപ്പിംഗ് ചാർജ് എത്ര വരുന്ന എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് വാങ്ങാനായിട്ട് പറ്റും. നമുക്ക് ഓരോരുത്തരോടും ഷിപ്പിംഗ് ചാർജൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റേതായ ലേറ്റും കാര്യങ്ങളും ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ഓർഡർ നിർത്തി വെച്ചേക്കുന്നത്. അവരെല്ലാവരും വലിയമൊക്കെ ഉണ്ട്, അത് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അടിച്ച് കഴിഞ്ഞ് കോരി കളയട്ടെ ഇത്.
ഭാഗത്തെ ഇച്ചിരി മണ്ണ് അധികമാണ്, പൊടിമണ്ണ്. അപ്പോൾ അവിടെ ഒന്ന് തളിച്ചു വിട്ടു. പിന്നെ ഇങ്ങോട്ട് മെഴുകുന്നുള്ള അവർ നിർത്തി, അവരടുത്ത പരിപാടിക്ക് പോയി. അതൊരു ഇച്ചിരി ഭാഗം കൂടെ ഉള്ളു ഇനി മെഴുകുക. അപ്പോൾ അത് നമുക്ക് മെഴുകിയിടാം. മെഴുകിയൊക്കെ ഇട്ടു. വീടിൻ്റെ അവിടെ മാത്രം മെഴുകുള്ളൂ, മുറ്റം മാത്രം മെഴുകിയുള്ളൂ, താഴോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നില്ലേ. ഇന്ന് ഗുളിക്കട് വരെ പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ വേഗം തന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടണം, എനിക്കൊന്ന് ത്രെഡും ചെയ്യണമായിരുന്നു. അപ്പോൾ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവിടെ മാത്രമേ മെഴുകിയുള്ളൂ, ബാക്കിയുള്ളത് നാളെ മെഴുകാമെന്ന് വിചാരിച്ചു. താഴോട്ടുള്ളത് പിന്നെ നാളെ മെഴുകിയാലും കുഴപ്പമില്ല, വെയിലുള്ളതുകൊണ്ട് ഉണയും കിട്ടും. ഈ ഇതും കൂടി ഇട്ടപ്പോഴേ, ഉള്ളിൽ പന്തലും കൂടി ഇട്ടപ്പം അവിടെയുള്ളത് മെഴുകി ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും കേട്ടോ. പക്ഷേ ഇത് നല്ല വെയിലടിച്ച് കിടന്നുകൊണ്ട് തന്നെ മെഴുകിയപ്പം അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം നനഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് ഭാഗം കഴുകുകയൊക്കെ ചെയ്തായിരുന്നേ, അത് അവിടെ മാത്രമേ ഇച്ചിരി ഉണങ്ങാൻ താമസം ഉണ്ടായിരുന്നു. പിന്നെ അത് വേഗം കുളിച്ച് ഗുളിക്കടവിലോട്ട് വന്നോട്ടോ. ആദ്യം തന്നെ ത്രെഡ് ചെയ്യാൻ പോയേ, അല്ലെങ്കിൽ ഇവിടുത്തെ പാർലർ അടച്ചു പോകും. കുറേ നാളായിട്ട് ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് നാളായി. നമ്മൾ പിന്നെ ഇങ്ങനെ വരുന്നതും കുറവാണ്. പിന്നെ ഒന്നെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഷേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എല്ലാം ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നേ. ഒരിടത്ത് തിരക്കിലായിരുന്നു. അപ്പോൾ ഋഷിക്കുട്ടിന് അതൊക്കെ കണ്ടിട്ട് അതൊക്കെ പെറുക്കാനുള്ള ഒരു പിരിപിരിപ്പായിരുന്നു. ആൾക്കിപ്പോൾ അങ്ങനെ എന്ത് കണ്ടാലും അത് എടുക്കണം. ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യാം കേട്ടോ. എനിക്കിവിടെ ത്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷേപ്പിൽ നല്ല കട്ടിക്ക് തന്നെ ചെയ്തു തരും. എൻ്റെ പിരികത്തിന് ഒരുപാട് കട്ടിയൊന്നുമില്ല, പക്ഷെ ഉള്ള ആ കട്ടി അങ്ങനെ തന്നെ നിർത്തി ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് അങ്ങനെ ചെയ്യലുണ്ട്. ഇവിടെ 2 പാർലറുണ്ട് കേട്ടോ, 2 സ്ഥലത്ത് പോകലുണ്ട്. പിന്നെ ത്രെഡും ചെയ്തു. ഇനി ഉണ്ണിയേട്ടന് മുടിയൊക്കെ വെട്ടാനായിട്ട് പോകണം. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ നാളെ എന്തായാലും വരണം കേട്ടോ. നമുക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ നിർത്തുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ബർത്ത്ഡേയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അടുത്ത ബർത്ത്ഡേയുടെ വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ, ഒരുപാട് വൈകാണ്ട് തന്നെ. ഞാൻ ത്രെഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ണിയേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ട് നടക്കാൻ ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, വഴക്ക് ഉണ്ടാക്കാനും തുടങ്ങി. എനിക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല ചുമന്നിരിക്കും കേട്ടോ, നല്ല കട്ടിക്ക് ചുമന്ന് വരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉണ്ണിയേട്ടൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.